Good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. How are you all? How are you? Fine. ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ. ഇനി എല്ലാ ദിവസവും ഞാൻ ഹവായി ചോദിക്കുമ്പോ ഫൈൻ എന്ന് മാത്രം പറയരുത്. വേറെ വാക്കുകൾ കണ്ടുപിടിക്കുക വരാം. Doing good. Yeah. Okay. അപ്പൊ ഇതേപോലെ കുറച്ച് വാക്കുകൾ കണ്ടുപിടിക്കാം. പിന്നെന്താ, ലഞ്ച് കഴിച്ചു, ആക്റ്റീവാണ്, റെഡിയാണ് ആണോ? Yes. യെസ്. ഒരാൾക്ക് മാത്രമേ യെസ് ഉള്ളൂ, ബാക്കി ആരും ഒന്നുമില്ല. റെഡി അല്ലേ ആരും? Yes, madam. Ma'am. Yes, ma'am. Okay. Then കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അതെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എന്താ പറയൂ. ഇല്ല. ഇല്ല. No. ഓക്കെ. അപ്പോ ഇനി എന്താണ് പാസ്റ്റ് ടെൻസ് മുന്നോട്ടെടുക്കാം. പാസ്റ്റ് ടെൻസ്. Then simple past. Simple past ല് നമ്മൾ സ്ട്രക്ചർ ചെയ്താ subject plus V2. Subject plus V2. ഓക്കെ. മീനിങ് വരുന്നത് എന്താണ്? ഞാൻ ചെയ്തു, ഞാനല്ല എന്തെങ്കിലും ചെയ്തു. സബ്ജക്ട് വേണ്ട, ചെയ്തു എന്ന് മാത്രം പറയാം. വെറുപ്പാണ്. ചെയ്തു. ഞാൻ എഴുതി, ഞാനൊരു ലെറ്റർ എഴുതി എന്നെങ്ങനെയാ പറയാം? I wrote എന്തോ? a letter. I wrote a letter. Yes. I wrote a letter. ഇനി എന്താ പറയാ? ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ പോയി എന്ന് എങ്ങനെയാ പറയാ? I went. I went. ഞാൻ അവിടെ കണ്ടു. I saw him. I met. I saw him. ഞാൻ അവിടെ കണ്ടു. I saw her. I saw him. Then പിന്നെ എന്തൊരു മലയാളം പറയാം? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി എന്നൊക്കെ പറയും. I went to my friend's home. Friends. Yes. ഇന്നലെ ഞാൻ ഒരു സിനിമ കണ്ടു. Yesterday ഇന്നലെ ഞാൻ ഒരു സിനിമ കണ്ടു. I watched a film yesterday. Yesterday I watched a film. ഓക്കെ. Then ഇതെല്ലാം നിങ്ങൾ
എഴുതുന്നുണ്ടോ നോട്ടില്? എക്സാമ്പിൾസ് എല്ലാവരും നോക്കി എഴുതാം. ഇനി നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യാം. ഓരോരുത്തരും കേട്ടോ, തെറ്റിയാലും കുഴപ്പമില്ല, ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാം എല്ലാവരും. പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് വെച്ചിട്ട്. He threw a ball. Yeah. Then I sold a car. Okay. കണ്ണിന് കുറച്ച് സ്ട്രെയിൻ വരുന്നതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്തേ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. കേട്ടോ, ക്യാമറ ഓഫ് ചെയ്ത ക്ലാസ് ഒക്കെ കുഴപ്പമുണ്ടോ? പറയൂ. No, ma'am. കുറച്ച് അതോ ഭയങ്കര സ്ട്രെയിൻ വരും കണ്ണിന്, അതുകൊണ്ടാണ്. ഓക്കെ, he spoke a story. Yeah, I got a gift. I went to school on meeting in yesterday. Okay, I went to the beach yesterday. She sang a song or Bhagavati. Yeah. And then He won the match. he won the match. Yeah. Then ഇതൊക്കെയെല്ലാം നോട്ട്ബുക്കിൽ എഴുതുട്ടോ. സോൾഡ് മീനിങ് എന്ന വാങ്ങിയെന്നാണ്. എന്തോ? സോൾഡ് മീനിങ് എന്ന വാങ്ങിയെന്നാണോ? ഇല്ല, വിറ്റു എന്ന്. സെയിൽ സോൾഡ്. വിൽക്കുക, വിറ്റു. വിൽക്കുക സെയിൽ, വിറ്റു സോൾഡ്. She fell down. She fell down. Okay. Then അപ്പൊ ചെയ്തു എന്നൊരു മീനിങ്ങിലാണ് വരാം. പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ചെയ്തു എന്നൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്. ക്ലിയർ ആണ്. Clear? Yes. Okay, next past continuous tense ആണ്. Past continuous tense. Structure ചെയ്താ subject plus Was or were. was or were plus IN. subject plus, yeah, subject plus was or were plus verb plus ing.
ഇതിലെ മീനിങ് എന്തായിരിക്കും വരാം? മറ്റത് ചെയ്തു എന്നാണെങ്കിൽ കണ്ടിന്യൂസ് എന്തായിരിക്കും വരാം? ചെയ്തിരുന്നു. ചെയ്യുന്നു. ചെയ്യുക, ചെയ്യുകയായിരുന്നു. ചെയ്യുകയായിരുന്നു എന്നാണ്. ചെയ്തിരുന്നു. ചെയ്യുകയായിരുന്നു പാസ്റ്റ് അല്ലേ, കഴിഞ്ഞു പോയ കാര്യല്ലേ. അപ്പൊ ചെയ്യുകയായിരുന്നു എന്നാ പറയാം. എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. He was eating. Was eating, Raj was dancing. Okay. They were playing. They were playing. Then മാം സിംഗുലർ സബ്ജക്റ്റിന് വാസും പ്ലൂറൽ സബ്ജക്റ്റിന് വേറും അല്ലേ? അതെ, സിംഗുലർ സബ്ജക്റ്റ് വാസ്, പ്ലൂറലിന് വേർ. അപ്പൊ പാട്ട് പാടുകയായിരുന്നു, അവൻ ഡാൻസ് കളിക്കുകയായിരുന്നു. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞേ. They were playing cricket in the ground. Yeah, they were playing cricket in the ground. എന്തായാലും പറയാം. Then അവർ വീട്ടിൽ പോകുകയായിരുന്നു. They were going home. പറയൂ, അവർ വീട്ടിൽ പോകുകയായിരുന്നു. They were Going. Yeah, they were going to their home. Going to home എന്നാലും പറയും, കുഴപ്പമില്ല. പിന്നെ എന്താ മലയാളം? നിങ്ങൾ കുറച്ച് മലയാളം പറയും. എനിക്ക് മലയാളം കിട്ടാൻ കുറച്ച് പണിയാണ്. അവർക്ക് മലയാളം ചോദിക്കുവോ? ചോദിക്കുവോ? അവൻ കഥ എഴുതുകയായിരുന്നു. അവൻ കഥ എഴുതുകയായിരുന്നു. അയാൾ കഥ എഴുതുകയായിരുന്നു. അയാൾ കഥ എഴുതുകയായിരുന്നു. A story. He was writing a story. മ്യൂട്ട് ചെയ്തോ? അല്ല, അത് അവിടെ ആരെങ്കിലും വന്നേ ഇപ്പൊ. We were dancing together. No? We were dancing together. Okay, we were dancing together. Okay. മലയാളം പറയും. ഒരാള് മലയാളം ചോദിക്കുക, അടുത്ത ആളെ അത് ഇംഗ്ലീഷ് പറയാം. എല്ലാവരും കൂടെ ഇംഗ്ലീഷ് പറയാം.
അങ്ങനെ ചോദിച്ചു നോക്കി നമുക്ക് ഗെയിം പോലെ കളിക്കാം, കഴിഞ്ഞ ക്ലാസ്സിൽ കളിച്ച പോലെ. അങ്ങനെയാണെങ്കിൽ അവൾ പടം വരയ്ക്കുകയായിരുന്നു. പറയൂ, അവൻ പടം വരയ്ക്കുകയായിരുന്നു. She was drawing a picture. Yes. ഷോസ് ഡ്രോയിങ് പിക്ചർ കറക്റ്റ് ആണ്. ഇനി അടുത്തത് അവൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. പറയൂ. എന്നാ ഒന്ന് ക്ലിയർ ആയില്ല. അവൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. She was preparing food. Preparing food. Okay. She was preparing food. അവർ പഠിക്കുകയായിരുന്നു. They were studying. Yeah. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. I was praying. Yeah, I was praying. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുകയായിരുന്നു. സംസാരിക്കുകയായിരുന്നു. We were speaking English. Okay. Then ഇനി ഇത് പറയൂ, സിമ്പിൾ പാസ്റ്റ് പറയൂ. സിമ്പിൾ പാസ്റ്റിന്റെ മലയാളം പറയൂ. പ്രസന്റ് ഓക്കെ, സോറി കണ്ടിന്യൂസ് ഓക്കെ. ഇനി സിമ്പിൾ പാസ്റ്റ് പറയുന്നു. ഞാൻ ഇന്നലെ ഒരു കഥ വായിച്ചു. എന്തോ? ഞാൻ ഇന്നലെ ഒരു കഥ വായിച്ചു. ഒരു കഥ വായിച്ചു. I read a story yesterday. I read a story yesterday. അങ്ങനല്ലേ? അതെ. ലെൻസ് ഓക്കെ, പറയൂ, ചോദിക്കൂ. കുട്ടികൾ ഹോംവർക്ക് ചെയ്തു. കുട്ടികൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. പറഞ്ഞേ. Children completed their homework. Children are completed their homework. Children completed their homework. Yes, children completed their homework. Okay, correct ആണ്. ഇന്നലെ എന്റെ അമ്മ ഇന്നലെ ഒരു ടേസ്റ്റി ഡിന്നർ കുക്ക് ചെയ്തു. ഇന്നലെ എന്റെ അമ്മ
രുചികരമായ ഡിന്നർ കുക്ക് ചെയ്തു, പാചകം ചെയ്തു. Yesterday, my mother prepared a tasty dinner. Food in yesterday. Yesterday, my mom cooked a delicious കുഴപ്പമില്ല, എന്നാലും മതി. dinner for me. എനിക്ക് വേണ്ടിയല്ല ഇവിടെ പറ്റില്ല. My mother cooked a tasty dinner yesterday. എന്താണ് എന്റെ അമ്മ ഒരു ടേസ്റ്റി ഡിന്നർ പാചകം ചെയ്തു, കുക്ക് ചെയ്തു. My mother cooked a tasty dinner yesterday. Yesterday ലാസ്റ്റ് വരണമെന്നുണ്ടോ? ഫ്രണ്ടിൽ വന്ന പ്രശ്നം ഇല്ല, ഫ്രണ്ടിലും വരും ലാസ്റ്റും വരും. പക്ഷെ കുറച്ചുകൂടി നല്ലത് ലാസ്റ്റ് വരുന്നതാണ്. ലാസ്റ്റ് വരുന്നുണ്ടോ? നമ്മള് ശാലിനി വിട്ടേനെ, നമ്മളൊരു സെന്റൻസ് പറയുന്ന ടൈമിൽ നമുക്ക് കേൾക്കുമ്പോ ഓക്കെ അത് കൊള്ളാം ഇങ്ങനെ പറയാലോ, അങ്ങനെ തോന്നില്ലേ? ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം. യെസ്റ്റർഡേ ഫ്രണ്ടിൽ വന്നാലും അവസാനം വന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തൊരു സെന്റൻസ്. എനിക്ക് വേണ്ടി എന്റെ അമ്മ ഒരു ഡ്രസ് വാങ്ങി. My mother bought a dress for me. Okay, your mother bought a dress for me. Yes, bought ആണ്. ബൈന്റെ പാസ്റ്റ് ടെൻസ് ആണ് bought. Okay, bought for me correct ആണ്. ഇനി നിങ്ങൾ പറയണേ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാം. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റില് സ്ട്രക്ചർ ഏതാ? സബ്ജക്ട് പ്ലസ് ഇവിടെ ഹാസോ ഹാവോ ഒന്നുമില്ല, ഹാഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഇത്രയേ ഉള്ളൂ. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. മലയാളം വരുന്നത് എന്തായിരിക്കും? ചെയ്തിട്ടുണ്ട്. യെസ്, ചെയ്തിട്ടുണ്ട്. മാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണോ? പാസ്റ്റ് ആണ്. ഓക്കെ, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ചെയ്തു, ചെയ്യുകയായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പറയാം. സെന്റൻസ് പറയൂ. He had gone. Yeah, he had gone. അവൻ പോയിട്ടുണ്ടായിരുന്നു. യെസ്. അടുത്ത പറയൂ.
I had seen a movie last month. എന്തോ കേട്ടില്ല. I had seen a movie last month. യെസ്, ഓക്കെ, കണ്ടിട്ടുണ്ടായിരുന്നു. സി, യാ, സിനേക്കാളും കുറച്ച് ബെറ്റർ വാച്ച് ആണ് കേട്ടോ. വാച്ച്, സിനിമയ്ക്ക് പറയുന്നത് വാച്ച് എടുപ്പിക്കുന്നു. Okay, ma'am. Then നെക്സ്റ്റ് ഏതായിരുന്നു ചെയ്തിട്ടപ്പോ ഞാൻ അവന്റെ പേരില് പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയാ പറയാ? I had gone his house. His home. ഓക്കെ, വർഷങ്ങളായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. I had worked there. Worked there. Since For They are for some years. I have worked there for few years പറയാം, for a year പറയാം. Okay. Then I had worked there for a year, ഒരു വർഷമായിട്ടെന്നും പറയാം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടെന്നാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ few years എന്ന് പറയാം. Then മലയാളം പറയൂ നിങ്ങള്. She had taught a poem. Okay, correct. I had shot a new picture. Yes. Then എന്താണ്? ആരെന്തൊന്നും പറയാതെ, ഞാൻ ക്യാമറ ഓഫ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആരും സംസാരിക്കാത്തെ. ക്യാമറ ഓഫ് ചെയ്തെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ, എനിക്ക് നിങ്ങൾ എല്ലാവരെയും വേണം. പറയൂ. ഞാൻ എക്സാമിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ശ്രീയാണോ ഷിൻഡോ ആണോ? I had ഷാലിനി ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഷാലിനി, ഓക്കെ. അശ്വതി പറയൂ, എന്താണ് ചോദിച്ചേ? ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചിരുന്നു. പറയൂ. I had studied for the exam. Studied for the exam. ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. I have studied for an exam. Then
അടുത്ത ടെൻസ് എഴുതാട്ടോ. പാസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് just read. Okay. Subject plus, had plus, been plus, verb plus, ing. Subject plus, had plus, been plus, verb plus, ing. Verb പറയുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് B1 എന്ന് എഴുതാം. കാരണം ഫസ്റ്റ് ഫോം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അറിയാവുന്നതാണ്. എന്തായാലും അറിയില്ലെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതാം. ഓക്കെ. മിസ് ബീൻ ആണോ ബീയിങ് ആണോ? ബീൻ ആണ്. BEEN. ഓക്കെ മിസ്. മാമിന്റെ മലയാളം ഒന്ന് പറയാമോ? ഞാൻ ടൈപ്പ് ചെയ്യും. സബ്ജക്ട് പ്ലസ് had പ്ലസ് been പ്ലസ് verb പ്ലസ് ing. ഇങ്ങനെ വരാം. വെർബിന്റെ കൂടെ ing. സബ്ജക്ട് പ്ലസ് had പ്ലസ് been പ്ലസ് verb ing. ഇവിടെ മലയാളം വരുന്നത് മലയാളം എന്തായിരിക്കും വരാം? ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 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 എഴുതിയോ? ഇനി ഇംഗ്ലീഷ് പറയുമോ? കുറച്ച് എക്സാമ്പിൾസ് പറയുമോ? ഇനി മലയാളം പറയും. He had been weeping. They had been going. We had been going there. ആണോ? They had been going there. They had been going there. Correct. We had been eating food. Yes, we had been eating. Okay, then We had been watching a film. we have been watching a film. Yeah, correct. Then She had been dancing. she had been dancing. Yeah. I had been waiting. Been eating. Yeah. Eat ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Had been studying English. Have been studying English. Then It had been flying. ശരിയാണോ? എന്തോ? It had been flying. It had been flying on. അത് ബേർഡ്സിനെ കുറിച്ചിട്ട് ഉദ്ദേശിക്കുന്നത്? Yeah, it had been flying. ഒരു എന്താണ് അത് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പറയാം, കുഴപ്പമില്ല. He had been working. ശരി, had been working. Correct ആണ്. I had been walking. Yeah, correct. They had been crying.
Yeah. I had been waiting for your reply. Yes, I have been waiting for your reply. Correct ആണ്. Then നിങ്ങൾക്ക് ടെൻസ് എല്ലാം ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പ്രസന്റ് പാസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആയോ? കുറച്ചൊക്കെ കുറച്ച് ക്ലിയർ ആയി മനസ്സിലായി മിസ്. പക്ഷെ ഇനി അത് പഠിച്ചിട്ട് ഇനി പ്രാക്ടീസ് ചെയ്താലാണ് കറക്റ്റ്. പ്രാക്ടീസ് ചെയ്യണം. അതെ, നമ്മളിപ്പോ ബേസിക് ആണ് പഠിക്കുന്നത്. ഇതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊള്ളൂ. ബേസിക് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചർ ആണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്ക് ഒരു സെന്റൻസ് മലയാളം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആ മലയാളം കേൾക്കുമ്പോൾ ഏത് ടെൻസ് ആണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ ഈ ടെൻസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ളൂ. ഓക്കെ, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് ഏത് ടെൻസ് ആണ് എന്നുള്ളത്. എന്നാൽ മാത്രമേ ആ ടെൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ശരിയാണ് മിസ്. എന്താ പറഞ്ഞത്, നീ അത് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് കറക്റ്റ് ആവും. അതെ, ഇതാണ്. അപ്പൊ ആദ്യം നമ്മൾ സ്ട്രക്ചർ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. നിങ്ങൾ തന്നെ കുറെ സ്റ്റോറീസ്, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ചു മറിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ ടെൻസിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഒരു ടോപ്പിക് വേണം. ഒരു ടോപ്പിക് പ്രസന്റേഷൻ. റെഡി ആണോ എല്ലാവരും? എല്ലാവരും സംസാരിക്കണം കേട്ടോ. ഇപ്പൊ ടെൻസ് ഏകദേശം അറിയാലോ. നിങ്ങൾക്ക് പാസ്റ്റും പ്രസന്റും കിട്ടിയിട്ടുണ്ട്. അപ്പൊ പാസ്റ്റും പ്രസന്റും വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതിയല്ലോ. മനസ്സിലായോ? റെഡിയാണ് മാം. Okay, miss. എല്ലാവരും റെഡി ആണോ? ടോപ്പിക് അപ്പൊ എന്ത് വേണം? ഏതാ ടോപ്പിക് വേണ്ടേ? സോഷ്യൽ മീഡിയ മതിയോ? എന്താ മിസ്സേ? എന്ത് വേണമെങ്കിലും സംസാരിക്കും. പക്ഷെ സംസാരിക്കണം. കേട്ടല്ലോ? നോക്കി വായിക്കാനല്ല ഞാൻ പറഞ്ഞത്. മിസ് ഒരു ടോപ്പിക് തന്നാ മതി. യാ, സോഷ്യൽ മീഡിയ advantages or disadvantages of social media. അത് പറയാം. എന്തും പറയാട്ടോ. പറയാനില്ല. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് എന്തും നമുക്ക് പറയാം. ഓക്കെ ആണോ? ഇനി നാളെയല്ല, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആരും മിണ്ടാതിരിക്കരുത്. കേട്ടോ? ഓക്കെ മിസ്. എല്ലാവരും റെഡിയാണോ? എന്താ കുറെ പേര് മിണ്ടുന്നേ ഇല്ല. ശാലിനി ഓക്കെ പറഞ്ഞു, അശ്വതി ഓക്കെയാണ്, ഷഹമ ഓക്കെയാണ്. ബാക്കി ആരും ഒന്നും മിണ്ടാത്തെ. മറീന ഓക്കെയാണ്. ഇത്രയും പേര് മാത്രമേ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. എല്ലാരും സംസാരിക്കണ്ടേ? സംസാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. Yes. പ്രസന്റും പാസ്റ്റും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, Okay, miss. എന്താ ടോപ്പിക് സെർച്ച് ചെയ്യുക, ഗൂഗിൾ ചെയ്ത് നോക്കുക. അതേപടി തന്നെ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യണമെന്ന് പറയുന്നില്ല ഞാൻ. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് മിററിന് മുന്നിലോ ഒറ്റയ്ക്കോ അത് കറക്റ്റ് നല്ല രീതിയിൽ ഒരു പ്രസന്റേഷൻ പറയുന്ന പോലെ, ഒരു പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് പറയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റും. ഒരു കാര്യം പഠിച്ചാൽ അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എവിടെയും നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ അത് ചെയ്യാനുണ്ട്. ടോപ്പിക് സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ. അബൌട്ട് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്തും പറയാം. ഓക്കെ,
ക്ലിയർ ആണോ? Okay. ഓക്കെ യെസ്. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാം. നോട്ട് ഫീലിംഗ് ഗുഡ്, അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്തത്. ഓക്കെ, നമുക്ക് മൈൻഡ് ചെയ്യാം. Okay, ma'am. താങ്ക് യു. Thank you, ma'am. Ma'am. Thank you, ma'am.